ഹലോ ഗൈസ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ടൊറൻറ്റോയിലാണുള്ളത്. എൻ്റെ US കാനഡ ട്രിപ്പിൻ്റെ 5ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നാഥൻ ഫിലിപ്പ് സ്ക്വയർ, CN ടവർ, റിപ്ലേസ് അക്വേറിയം, റെയിൽവേ മ്യൂസിയം ഇതെല്ലാം കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അതിനടുത്ത് തന്നെയുള്ള ഒരു ഹാർബർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താ പറയുക, സിറ്റിക്കകത്ത് തന്നെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ വൺ ഓഫ് ദ എന്താ പറയുക ഹാപ്പനിങ് പ്ലേസാണ് ഈ ഹാർബർ ഫ്രണ്ട് എന്നുള്ള കണ്ടിട്ടാണ് നേരെ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത്. ജൂലൈ 1 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേയും കൂടെ എന്താ പറയുക ഒരു വൈബൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അവരുടെ നാഷണൽ ഡേ ആണ് ജൂലൈ 1 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെയുള്ള ഒരു വൈബൊന്നും അവിടെ കണ്ടില്ല. ഇനി രാത്രിയാണോ ഇതിൻ്റെതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമ്മൾ ഈ നേരെ മുമ്പിൽ കാണുന്നതാണ് ഇവിടുത്തെ യൂണിയൻ സ്റ്റേഷൻ. യൂണിയൻ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ടൊറൻറ്റോയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. കൂടാതെ ഒരു ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ട് ഹബ്ബും കൂടിയാണിത്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ കൂടെ പോയി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് അതിനകത്തൊന്ന് കയറി എന്താ സംഭവം എന്നൊക്കെ നോക്കാൻ കരുതി. ഇവിടെ ഭയങ്കര ഒരു ആർക്കിടെക്ചറൽ ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എന്താണ് മറ്റുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻസ് എല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി നേരെ ഹാർബർ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. ഇപ്പോൾ റോഡുകളെല്ലാം ഇപ്പോഴും ഈ പറഞ്ഞ പോലെ വലിയ ക്രൗഡായിട്ടൊന്നും ആയിട്ടില്ല. ഒരു സാധാരണ ക്രൗഡ് അത്രേ ഉള്ളൂ. അപ്പോൾ ജൂലൈ 1 ഒരു ആംബിയൻസ് ഒന്നും അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. ഇത് അങ്ങോട്ട് പോകുന്ന വഴികളൊരു സ്ക്വയറാണ്. ഇത് നല്ലൊരു രസമുള്ള സ്ഥലം. ഒരു ഹാർബർ സ്ക്വയർ എന്നാണ് ഇതിൻ്റെ പേര്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനും കാറ്റ് കൊള്ളാനും ഉള്ള നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ഏരിയ. പിന്നെ ചുറ്റും കാണുന്നതെല്ലാം എന്താ പറയുക ഡൗൺ ടൗണിൽ തന്നെയുള്ള അപ്പാർട്ട്മെൻറ്റ്സും അതുപോലെ തന്നെ കമേഴ്ഷ്യൽ ഒഫീഷ്യൽ കോംപ്ലക്സുകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അവിടെ നല്ലൊരു പൂളുണ്ട്, നടുക്കൊരു മരമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അതിന് ചുറ്റും ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അരമതിലൊക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു ലോണും നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം. കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം പിന്നെ ഞാൻ ഹാർബർ ഫ്രണ്ട് ലക്ഷ്യമാക്കി നീങ്ങാൻ തുടങ്ങി. ഈ കാണുന്നതാണ് ഇപ്പോൾ നമ്മൾ നേരെ കാണുന്നതാണ് ഹാർബർ ഫ്രണ്ട് എന്ന് പറഞ്ഞ സ്ഥലം, അല്ലെങ്കിൽ ടൊറൻറ്റോ ഹാർബർ അല്ലെങ്കിൽ ടൊറൻറ്റോ ബേ എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ CN ടവർ കാണാം. ഇവിടെ നിന്നാണ് ബോട്ടിങ്ങും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ബോട്ടിങ്ങിൻ്റെ അവിടെ പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ലേറ്റ് ആവും, അതായത് കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഓൾറെഡി നെക്സ്റ്റുള്ള ഇതെല്ലാം ഓൾറെഡി ബുക്കായി കഴിഞ്ഞു. മാത്രമല്ല കഴിഞ്ഞുള്ള ട്രിപ്പിലേക്ക് ഇനി ബുക്കിംഗ് കിട്ടുള്ളൂ. മാത്രമല്ല 3/4 മണിക്കൂറും 1 മണിക്കൂറൊക്കെ ഉള്ള ട്രിപ്പാണ് ഇനി ഉള്ളത് തന്നെ. അതിൽ പോയി കഴിഞ്ഞാൽ എത്രമാത്രം ഗുണമുണ്ടാകുമെന്ന് അറിയാത്ത കാരണം അത് വേണ്ടാന്ന് വെച്ചു. അതിലിവിടെ കുറച്ച് നേരം ചുറ്റിക്കറങ്ങിയതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാമെന്നാണ് പരിപാടി. അടുത്ത സ്ഥലമായിട്ട് ഞാൻ കാണുന്നത് ഒരു ഡണ്ട സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു സ്ക്വയർ ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ജൂലൈ 1 അവിടെ എന്തൊക്കെയോ ഭയങ്കര പ്രോഗ്രാം കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകാമെന്നുള്ളതാണ് പരിപാടി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു രസം തോന്നി. കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. അല്ലെങ്കിലും ഈ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല എക്സ്പീരിയൻസാണ്. ഈ കാണുന്ന ലേക്ക് ഒണ്ടാരിയോ ആണ്. നോർത്ത് അമേരിക്കയിലുള്ള 5 ബിഗ് ലേക്സിൽ ഒന്നാണ് ഈ ലേക്ക് ഒണ്ടാരിയോ എന്ന് പറയുന്നത്.
ഇത് ഇവിടുന്ന് ഒഴുകി സെൻറ്റ് ലോറൻസ് എന്ന് പറഞ്ഞ റിവറിൽ പോയി ചേരും. അത് ഒഴുകിയിട്ട് നേരെ അറ്റ്ലാന്റിക് ഓഷ്യനിലേക്കാണ് പോയി ചേരുക. നല്ലൊരു വൈബുള്ള സ്ഥലം. ഈ പറഞ്ഞ പോലെ തന്നെ വൈകുന്നേരങ്ങളൊക്കെ പോയിരുന്ന് സമയം ചിലവാക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. കുറച്ച് നേരം അവിടെ ചുറ്റിത്തിരിഞ്ഞ് നടന്നതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് ഡണ്ടാ സ്ക്വയറാണ്. യങ് ഡണ്ടാ സ്ക്വയർ എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. പക്ഷേ ഇവിടെ കോമൺലി അറിയപ്പെടുന്നത് ഡണ്ടാ സ്ക്വയർ എന്നാണ് ഇവിടെ എല്ലാവരും അതിനെ വിളിക്കുന്നത്. ഇതെല്ലാം വാക്കബിൾ ഡിസ്റ്റൻസ് തന്നെയുള്ളൂ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ദൂരങ്ങൾ നടക്കാനുള്ളേ ഉള്ളൂ. റോട്ടിലൊന്നും ഞാൻ ഈ പ്രതീക്ഷിച്ച പോലെ അത്ര വലിയ ഇതൊന്നും കണ്ടില്ല, ക്രൗഡൊന്നും കണ്ടിട്ടില്ല. ഞാൻ ജൂലൈ 1 രാവിലെയൊക്കെ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ ഹോട്ടലിൻ്റെ റിസപ്ഷൻ എന്ന് പറയുന്നുണ്ടായിരുന്നു, ഒന്ന് ഇതെല്ലാം ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും, ട്രാമിലും ബസ്സിലും എല്ലാം നല്ല തിരക്കായിരിക്കും എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഇതൊന്നും ഞാൻ പുറത്ത് കണ്ടില്ല. അപ്പോൾ നമ്മൾ ഈ നേരെ കാണുന്നതാണ് ഈറ്റൺ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു മാൾ പോലുള്ള സ്ഥലമാണ്. അതായത് കുറേ കടകളും റെസ്റ്റോറൻറ്റൊക്കെ ഉള്ള നമ്മൾ സാധാരണ കാണുന്ന തരത്തിലുള്ളൊരു മാൾ. എന്തായാലും നമ്മൾ ജൂലൈ മാസമാണ്, കുറേ നേരം നടക്കാൻ തുടങ്ങിയിട്ട് നല്ല ദാഹിക്കുന്നുണ്ടായിരുന്നു. അന്ന് അവിടെയുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ടാവും അടുത്ത പരിപാടി എന്ന് കരുതി നേരെ ഇതിലേക്ക് കയറി. അങ്ങനെ എടുത്തു പറയത്തൊക്കെ ഒന്നുമില്ല ഈ മാളിൽ. നമ്മൾ സാധാരണ കാണുന്ന പോലെയുള്ള ഒരു മാള്, ഇഷ്ടംപോലെ കടകളും അതായത് ബ്രാൻഡഡ് ഷോപ്സും റെസ്റ്റോറൻറ്റ്സും ഒക്കെയുള്ള ഒരു അത്. പക്ഷെ നല്ല ഏരിയ ഉണ്ട്. ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡണ്ടാ സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ജൂലൈ 1 ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. നടപ്പിൻ്റെ ക്ഷീണമൊക്കെ കുറച്ച് നേരം മാറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മാളിൽ കയറി കുറച്ച് നേരം AC-യിൽ കറങ്ങി കഴിയുമ്പോൾ ജൂലൈ മാസമാണ്, അത്ര ഒരു എന്താ പറയുക, നടക്കാനൊന്നും അത്ര ഒരു പറ്റിയ കാലാവസ്ഥയല്ല. കുറച്ച് നടന്നു കഴിയുമ്പോൾ വേർക്കാൻ തുടങ്ങും. അവിടുത്തെ സമ്മറാണത്. നമ്മളിത് കാണുന്നതാണ് ഡണ്ടാ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലം. അത് ചുരുക്കം പറഞ്ഞാൽ ഒരു മിനി ടൈം സ്ക്വയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ മാൻഹട്ടനിലെ ടൈം സ്ക്വയറിൻ്റെ ഒരു റെപ്ലിക്ക പോലെ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അതായത് നോക്കിയാൽ കാണാം, നിറയെ LCD സ്ക്രീൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം കുറച്ച് ആൾക്കാരെല്ലാം കാണുന്നുണ്ട്. ഇവിടെ കുറേ ഗെയിമുകളും ചലഞ്ചസും ഒക്കെ നടക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ചുള്ള. ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് കാണുന്നതാണ് ശരിക്കുള്ള പ്രോഗ്രാമൊക്കെ നടക്കുന്ന ഗ്രൗണ്ട്. അവിടെ സ്റ്റേജെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട്. എന്തോ പെർഫോമൻസ് നടക്കുന്നുണ്ട് അവിടെ. ഇവിടെയും ഞാൻ പ്രതീക്ഷിച്ചത്ര ഒരു ക്രൗഡൊന്നും കണ്ടില്ല. കാനഡ ഫ്ലാഗ് വെച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് പൊയ്ക്കാൽ എന്ന് പറയാമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ചുറ്റും കൂടി നിന്ന് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ആ സ്റ്റേജിൽ ആരോ ഒരു ലേഡി പെർഫോം ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ഏതോ ഫേമസ് സിംഗറാണെന്ന് തോന്നുന്നു. ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ഒന്നും എഴുതിയും വെച്ചിട്ടില്ല. അവരെന്തായാലും ഇവിടെ തകർത്ത് പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള സ്ക്രീനുകളും കാര്യങ്ങളും എല്ലാം ഉള്ള. ടൈം സ്ക്വയറിൻ്റെ അത്ര വരില്ലെങ്കിൽ പോലും എന്നാൽ ഈ രാത്രി സമയമാകുമ്പോൾ ഈ ലൈറ്റും കാര്യങ്ങളും LCD സ്ക്രീൻസ് എല്ലാം വന്നു കഴിയാൻ നേരത്ത് ശരിക്കും നല്ല ഒരു രസമുള്ളൊരു സ്ഥലം. ഞാൻ വിചാരിച്ചത്ര ക്രൗഡൊന്നും ഇപ്പോഴും വന്നു തുടങ്ങിയിട്ടില്ല. ആൾക്കാരൊക്കെ എത്തുന്നേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരു 9 o'clock കഴിയായിരിക്കും. ഒരു
ലേറ്റ് നൈറ്റ് ഇതൊക്കെ ആയിട്ടുണ്ടാവും ആൾക്കാർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. ഇതൊരു ബൈക്കിംഗ് എന്താ പറയുക, ഒരു ആൾക്കാരുടെ സ്പോട്ടാണെന്ന് സംശയമാണ്. ഞാനിപ്പോൾ വന്നതിന് ശേഷം ഇതൊരു 3ാമത്തെ സെറ്റ് ഓഫ് ബൈക്കേഴ്സാണ് ഇവിടെ വന്നു പോകുന്നത്. അവരെന്താ ചെയ്യുന്ന അറിയില്ല, അവിടെ വരുന്നു, ഒരു 5 മിനിറ്റ് നിൽക്കുന്നു, ബൈക്ക് എടുത്ത് പോകുന്നു. അതിൽ കൂടെയൊക്കെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടന്നു. അപ്പോൾ പാട്ട് കഴിഞ്ഞിട്ട് ഇതൊരു മാജിക് ഷോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ. കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ നിന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അത് അടുത്ത ബൈക്കേഴ്സ് എത്തി. അവരിവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അധികം താമസിയാതെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ബസ് പിടിച്ച് നേരെ ഹോട്ടലിലേക്ക്. ശരിക്കും എൻ്റെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി മോൺട്രിയലിലേക്ക് പോകാമെന്നുള്ളായിരുന്നു. പക്ഷേ ബസ് ചാർജൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നൈറ്റ് ബസ്സസിനൊക്കെ ഭയങ്കര ചാർജ്, അതായത് 220 കനേഡിയൻ ഡോളേഴ്സൊക്കെയാണ് കാണിക്കുന്നത്. അതേസമയം നമ്മളൊരു മോർണിംഗ് ബസ്സാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു $77 കിട്ടും. ബസ്സിൽ കയറി പോയെങ്കിലും ഇറങ്ങിയ സ്റ്റോപ്പ് മാറിപ്പോയി. എന്നിട്ട് കുറച്ച് അപ്പുറത്ത് മാറിയിട്ടാണ് ഇറങ്ങിയത്. അത് കാരണം ഇനി കുറച്ച് നടന്നിട്ട് വേണം ഹോട്ടലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സാധാരണഗതിയിൽ ഇത്ര നേരത്തെ ഞാൻ ഹോട്ടലിലേക്ക് പോകാറില്ല. പക്ഷേ എന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ആദ്യത്തെ പ്ലാൻ പ്രകാരം ഇന്ന് രാത്രി 10 മണി അല്ലെങ്കിൽ 10:30 ബസ്സിൽ മോൺട്രിയലിലേക്ക് പോകണമെന്നായിരുന്നു. അത് വെച്ചിട്ടായിരുന്നു എൻ്റെ പ്രോഗ്രാമെല്ലാം ഞാൻ ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചാർട്ട് ചെയ്ത പ്രോഗ്രാമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നേരത്തെയായി പോയി. മാത്രമല്ല ഡണ്ടാ സ്ക്വയറിൽ വേണേൽ കുറച്ച് നേരം കൂടെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് നന്നായി ബോറടിക്കണ്ടായിരുന്നു അവിടെ നിന്ന്. അത് കാരണം എന്തായാലും അവിടെ നിന്ന് വിട്ടേക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ ഹോട്ടലിൽ പോയിട്ട് എന്തായാലും ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് പോയി സുഖമായിട്ട് കിടന്നുറങ്ങണം. രാവിലത്തെ മോർണിംഗ് ബസ്സിന് തന്നെ നേരെ മോൺട്രിയലിലേക്ക് വിടുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.